എല്ലാവർക്കും ചെറിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വവ്വൽസ് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രധാനമായും 7 വവ്വൽസ് ആണ് നമ്മൾ പഠിച്ചത്. ആ വവ്വൽസ് ഒന്നുകൂടി നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ഒന്നാമത്തെ വവ്വൽസ് അക്ഷരത്തിന്റെ മുകളിലും താഴെയും കുത്തിടുമ്പോൾ ആ എന്ന വവ്വൽസ് ഉണ്ടാകുന്നു. അക്ഷരത്തിന്റെ മുകളിലും താഴെയും കുത്തിടുമ്പോൾ ആണ് ഗ എന്ന ആ എന്ന് പറയുന്ന വവ്വൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ വവ്വൽ നമ്മൾ പഠിച്ചു. അക്ഷരത്തിന്റെ മുകളിൽ ചെരിച്ച് 2 കുത്തിടുമ്പോൾ ആ എന്ന വവ്വൽ ഉണ്ടാകും. മൂന്നാമത്തെ വവ്വൽ അക്ഷരത്തിന്റെ താഴെ ചെരിച്ച് 2 കുത്തിടുമ്പോൾ എ എന്നുള്ള വവ്വൽ ഉണ്ടാകും. നാലാമത്തെ വവ്വൽ അക്ഷരത്തിന്റെ താഴെ ചെരിച്ച് കുത്തിടുമ്പോൾ എ എന്ന് പറയുന്ന വവ്വലാണ് ഉണ്ടാകുന്നത്, ചെരിച്ച് കുത്തിടുമ്പോൾ. അഞ്ചാമത്തെ വവ്വൽ വാവ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മുകളിൽ കുത്തിടുമ്പോൾ ഓ, ചിലപ്പോൾ അത് ഓ എന്ന് ഉച്ചാരണമുണ്ട്. അത് നമ്മൾ ഗാമല് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ ഗോ അല്ലെങ്കിൽ ഗോ. ആറാമത്തെ വവ്വൽ വാവിന് താഴെ കുത്തിടുമ്പോൾ ഊ എന്ന വവ്വലാണ് ഉണ്ടാകുന്നത്. അവസാനമായിട്ട് ഒരു വവ്വൽ കൂടി നമ്മൾ പഠിച്ചു, 7ാമത്തേത്. അത് യോദ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ താഴെ കുത്തിടുമ്പോൾ ഈ അല്ലെങ്കിൽ ഈ എന്ന വവ്വൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ 7 വവ്വൽസ് ആണ് നമ്മൾ പഠിച്ചത്. ആ, എ, ഓ, ഉ, ഇ. ഈ വവ്വൽസ് ഓരോ അക്ഷരത്തിന്റെയും കൂടെ ചേർത്ത് നമ്മളത് നന്നായിട്ട് മനഃപ്പാഠമാക്കണം. ഇനി നമ്മള് വവ്വൽസ് പോലെ തന്നെ സിറിയക്ക് ലാംഗ്വേജില് ഡിഫ്തോങ്സ് എന്ന് പറയുന്ന ക്ലസ്റ്റർ ഓഫ് വവ്വൽസ് കൂടിയുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഡിഫ്തോങ്സ് സിറിയക്ക് ലാംഗ്വേജിൽ ഇല്ല. എന്നാൽ വവ്വലില്ലാത്ത വാവ്, യോദ് തുടങ്ങിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇതിന് മുമ്പിൽ വരുന്ന വവ്വലും ചേർത്ത് ഡിഫ്തോങ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില വവ്വൽ ക്ലസ്റ്റേഴ്സ് കൂടി നിങ്ങളുടെ പരിചയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. പ്രധാനമായിട്ടും 4 ഡിഫ്തോങ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് ലോങ് ആയ്ക്ക് ശേഷം ഒരു വാവ് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആവ് എന്നാണ് നമുക്ക് ഉച്ചരിക്കാനായിട്ട് തോന്നുക. പക്ഷേ
ഇത് ഔ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഔ. ഒരു ലോങ് ആയ്ക്ക് ശേഷം വാവ് എന്ന് പറയുന്ന അക്ഷരം, അക്ഷരത്തിന് ഇത്രയും വലിപ്പം വേണ്ട, അല്പം കൂടി വലിപ്പം കുറച്ച് മതി. ഔ. ഉദാഹരണത്തിന് യോദ് വാവ് നൂൻ ആല്. ആദ്യത്തെ ഈ അക്ഷരത്തിന് ലോങ് ആ തുടർന്ന് വാവ് വന്നിരിക്കുന്നു. ഇത് യൗ എന്നല്ല, യൗ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. യൗ. യൗന. 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 വേറൊരു വാക്ക് എഴുതാം. റേഷ് വാവ് മീം ആലം. റേഷിന് ലോങ് ആയാണ് തുടർന്ന് വാവ് വന്നിരിക്കുന്നു. ഇത് നമ്മള് റാവു അല്ല, റൗ എന്നാണ് ഉച്ചരിക്കുന്നത്. റൗമ. റൗമ. ഒരു വാക്കുകൂടി എഴുതാം. മീം വാവ് താവ് ആല്. മീമിന്റെ ലോങ് ആയാണ് തുടർന്ന് വാവ് വന്നിരിക്കുന്നു. മാവ് എന്നല്ല, മൗ. മൗത്ത എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. യൗന എന്ന് പറഞ്ഞാൽ പ്രാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഡൗ. റൗമ എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങൾ, ഹൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. മൗത്ത എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ലോങ് ആയതിനു ശേഷം വാവ് വന്നാൽ ഔ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഈസ്റ്റ് സിറിയക്ക് എപ്പോഴും ഷോർട്ട് ഔവിന് ഈ ലോങ് ആ കഴിഞ്ഞിട്ട് വാവിട്ടാണ് ഉച്ചരിക്കുക. രണ്ടാമത്, ചില സമയത്ത് ഈ ലോങ് ആ കഴിഞ്ഞ് വാവ് വന്നാൽ ആവു എന്നും ഉച്ചരിക്കാറുണ്ട്, വളരെ അപൂർവമായിട്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളുമുണ്ട്. ഇതൊരു വാക്കാണ്. കാപ്പ്, താവ്, ബേസ്, വാവ്, ഹേ, യോ. ഇവിടെ ബേസിന് ലോങ് ആ വന്നിരിക്കുന്നു, തുടർന്ന് വാവ് വന്നിരിക്കുന്നു. ഇത് സാവാവ് എന്ന് വേണം ഉച്ചരിക്കാൻ. വാവ്. അങ്ങനെയും നമുക്ക് ഉച്ചാരണം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഔ എന്നതിനും ആവു എന്നതിനും ഒരേ രീതിയിലാണ് ഈസ്റ്റ് സിറിയക്കില് എഴുതാറുള്ളത് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. സാവാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു ഡിഫ്തോങ്, ആയതിനു ശേഷം വരുന്ന യോധ. ഇത് നമുക്ക് ഐ എന്ന് ഉച്ചരിക്കാം. ഐ. ഉദാഹരണമായിട്ട് ഒരു വാക്ക് എഴുതാം. ബേസിന് മുകളിലും താഴെയും കുത്തിട്ട് തുടർന്ന് യോത് വന്നു. അപ്പോൾ ഐ എന്ന് ഉച്ചരിക്കണം. ബൈ. ബൈത്ത. 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 വേറൊരു വാക്ക് എഴുതാം. കോപ്പ്, യോത്, ജമക്കസ്, ആല. കോപ്പിന് ആകാരം തുടർന്ന് യോത് വന്നു. ഇത് നമ്മള് കായി എന്ന് വേണം വായിക്കാൻ. കായിസ.
ഹൈസ. ബൈത്ത എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. ഹൈസ എന്ന് പറഞ്ഞാൽ വുഡ് അല്ലെങ്കിൽ തടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നാലാമതായിട്ട് ഒരു ഡിഫ്തോങ് കൂടി ഞാൻ ഇവിടുത്തെ കാണാം. ഇവിടെ ലോങ് ആയതിനു ശേഷം ഒരു യോത് വരികയാണെങ്കിൽ ആയ് എന്ന് വേണം ഉച്ചരിക്കാൻ. ആയ് ആയ്. ഷോർട്ട് ആയിക്ക് ശേഷം യോത് വന്നാൽ ഐ. ലോങ് ആയിക്ക് ശേഷം യോത് വന്നാൽ ആയ്. ബേസിന് ലോങ് ആ തുടർന്ന് യോത് വന്നിരിക്കുന്നു. ഇത് ഗുബായ് എന്ന് വേണം ഉച്ചരിക്കാൻ. ഗുബായ് ഗുബായ് ഗുബായ്. അപ്പോൾ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഡിഫ്തോങ്സ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഔ എന്നും ആവു എന്നും പറയാനായിട്ട് ഒറ്റ രീതിയിലാണ് ഇഷ്ടിസറിയക്കിൽ എഴുതുക. ലോങ് ആയതിനു ശേഷം വാവ്. ഐ എഴുതാനായിട്ട് ഷോർട്ട് ആയിക്ക് ശേഷം യോത്. ആയി എഴുതാനായിട്ട് ലോങ് ആയിക്ക് ശേഷം യോത് ആയി. ഇങ്ങനെ 4 തരത്തിലുള്ള ഡിഫ്തോങ്സുകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മള് സിലബിളുകൾ എന്താണെന്ന് കാണണം. വായിക്കാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിലബിൾ. സിലബിൾ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ കണ്ടെയ്നിങ് എ സിംഗിൾ വവൽ. ഒരു സ്വരാക്ഷരമെങ്കിലുമുള്ള ഉച്ചാരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് ആണ് സിലബിൾ എന്ന് പറയുന്നത്. ഈ സിലബിൾ അനുസരിച്ചാണ് നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്നത്. ഒരു വാക്ക് എഴുതുകയാണെങ്കിൽ ഞാനൊരു വാക്ക് എഴുതാം. ഈ വാക്ക് ഇതിന് 4 അക്ഷരങ്ങളാണുള്ളത്. സാദേ, പേ, റേഷ്, ആല. സാദയ്ക്ക് ഷോർട്ട് ഏകാരം, പേയ്ക്ക് വവലില്ല, റേഷ് ലോങ് ആകാരം. അപ്പൊ ഇത് നമ്മൾ സിലബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ 2 ആയിട്ട് തിരിക്കും. ഇത് ഒരു സിലബിള്, ഇത് ഒരു സിലബിള്. ഈ സിലബിളില് ഒരു വവലുണ്ട്, ഈ സിലബിളിലും ഒരു വവലുണ്ട്. ഇത് 2 സിലബിളുകളാണ്. ഇത് നമുക്ക് ഉച്ചരിച്ചു നോക്കാം. സെപ്പ് റ, സെപ്പ് റ, സെപ്പ് റ. ഇതൊരു സിലബിള്, ഇതൊരു സിലബിള്. സെപ്ര. സെപ്ര എന്ന് പറഞ്ഞാൽ ബേർഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ സിലബിളുകളായിട്ട് തിരിച്ചു വേണം നമ്മൾ വാക്കുകൾ ഉച്ചരിച്ച് പഠിക്കാനായിട്ട്. ഇനി 2 തരത്തിലുള്ള സിലബിളുകളുണ്ട്. ഒന്നാമത്തേത് ഓപ്പൺ സിലബിൾ. ഓപ്പൺ സിലബിൾ എന്ന് പറഞ്ഞാൽ ഈ സിലബിൾ അവസാനിക്കുന്നത് ഒരു വവ്വലിലായിരിക്കും. ഒരു വവ്വലിൽ അവസാനിക്കുന്ന സിലബിളാണ് ഓപ്പൺ സിലബിൾ. ഉദാഹരണമായിട്ട് ഞാൻ ഒരു വാക്ക് എഴുതാം. ഇതൊരു വാക്കാണ്. കോഫ്, ദാലസ്, യോദ്, ജീൻ, ആലം. നമ്മൾ സിലബിളുകളാക്കുമ്പോൾ 3 സിലബിളുകളുണ്ട്. ക, ദി, ജ. ക, ദി, ച. ഇതില് ഇതൊരു ഓപ്പൺ സിലബിളാണ്. കാരണം ഇത് ഒരു വവ്വലിലാണ് അവസാനിക്കുന്നത്. ഈ സിലബിൾ അവസാനിക്കുന്നത് ഒരു വവ്വലിലാണ്. അങ്ങനെയുള്ള സിലബിളുകളാണ് ഓപ്പൺ സിലബിൾ. അതുപോലെ തന്നെ ക്ലോസ്ഡ് സിലബിൾ. ക്ലോസ്ഡ് സിലബിൾ
ക്ലോസ്ഡ് സിലബിൾ എപ്പോഴും അവസാനിക്കുന്നത് ഒരു കോൺസണന്റിലായിരിക്കും. വേറൊരു വാക്ക് ഞാൻ എഴുതി കാണിക്കാം. കാപ്പ്, ഹേ, നൂൻ, ആലം. ഇതിനെ ഞാൻ 2 സിലബിളുകളാക്കി. കാപ്, ന. ഇവിടെ ഈ സിലബിൾ അവസാനിക്കുന്നത് ഒരു കോൺസണന്റിലാണ്. എന്നാൽ ഇവിടെ ഈ സിലബിൾ അവസാനിക്കുന്നത് ഒരു വവ്വലിലാണ്. ഇങ്ങനെ ഓപ്പൺ സിലബിൾ, ക്ലോസ്ഡ് സിലബിൾ, ഇങ്ങനെ 2 തരം സിലബിളുകളുണ്ട്. ഓപ്പൺ സിലബിൾ അവസാനിക്കുന്നത് വവ്വലിലായിരിക്കും. ക്ലോസ്ഡ് സിലബിൾ അവസാനിക്കുന്നത് കോൺസണന്റിലായിരിക്കും. ഇങ്ങനെ ഉള്ള സിലബിളുകളിൽ ചിലപ്പോൾ വവ്വലിന്റെ ഉച്ചാരണത്തിന് വ്യത്യാസം വരാം. ഈ ഓപ്പൺ സിലബിൾ ആണെങ്കിൽ ആ, അതുപോലെ ഓ, ഊ, ഈ വവ്വലുകൾ ഇത് ഓൾറെഡി ലോങ് ആണ്. ആ, ഇത് ഷോർട്ടും ലോങ്ങും ആകാമെന്ന് പറഞ്ഞു. ഓ, ഊ, ഈ ഇങ്ങനെയുള്ള ഈ സിലബിൾ ലോങ് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെയുള്ള ഓപ്പൺ സിലബിളിൽ ഓ, ഊ, ഈ വവൽ എപ്പോഴും ലോങ് ആയിട്ട് വേണം ഉച്ചരിക്കാൻ. അങ്ങനെയാകുമ്പോൾ കന്ദീശ, കന്ദീശ എന്ന് വേണം നമ്മൾ ഉച്ചരിക്കാൻ. എന്നാൽ ക്ലോസ്ഡ് സിലബിൾ ആണെങ്കിൽ ഈ അക്ഷരങ്ങളെല്ലാം ഷോർട്ടായിട്ട് വേണം ഉച്ചരിക്കാൻ. ഇവിടെ ഇത് ക്ലോസ് സിലബിൾ ആയതുകൊണ്ട് ഈ ലോങ് നമ്മൾ ഷോർട്ടായിട്ട് ഉച്ചരിക്കും. കഹന എന്ന് വേണം ഉച്ചരിക്കാൻ. കഹന, കഹന. ഇതുപോലുള്ള പല വാക്കുകൾ നമുക്ക് പിന്നീട് നമ്മൾ പഠിക്കും. Zamkas, he, dalas, alam. ഈ സമക്കസ് ലോങ് ആയാണ്. ഇത് ക്ലോസ്ഡ് സിലബിൾ ആയതുകൊണ്ട് സഹദ എന്ന് വേണം ഉച്ചരിക്കാൻ. സാഹദ എന്നല്ല സഹദ, കാഹന എന്നല്ല കഹന. കഹന എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ് എന്നാണ് അർത്ഥം. സാഹദ എന്ന് പറഞ്ഞാൽ മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നാണ് അർത്ഥം. കന്ദീജ എന്ന് പറഞ്ഞാൽ ഹോളി എന്നാണ് അർത്ഥം. അതുപോലെ ഈ ഓപ്പൺ സിലബിളില് പല വാക്കുകൾ വരാം. ഇവിടെ കാപ്പാണ്. കാപ്പിന്റെ ലോങ് ആയുണ്ട്. താവ്, താവിന് ഇവിടെ വാവ്, വാവ് മോളിൽ കുത്തിട്ടാൽ ഇത് ഓ എന്ന് പറയുന്ന വവലാണ്. വാ. ഇവിടെ കാസോവ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഓപ്പൺ സിലബിൾ ആയതുകൊണ്ട് ലോങ് ആയിട്ട് ഉച്ചരിക്കണം. കാസോവ, കാസോവ. അപ്പോൾ ഇങ്ങനെ സിലബിളുകൾ അനുസരിച്ച് വേണം നമ്മൾ ഉച്ചാരണം പഠിക്കുവാനായിട്ട്. എല്ലാ വാക്കുകളും സിലബിളുകളായിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമ്മളങ്ങനെ പല വാക്കുകൾ ഒരു വാക്ക് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഗാമൽ, മീം, ലാമത്, ആലം. ഗാമലിന് ഷോർട്ട് ആ, മീം ഇതൊരു സിലബിൾ ആണ്. ലാ വേറെ സിലബിൾ. ഇത് നമുക്ക് വായിച്ചു നോക്കാം. ഗം ല, ഗം ല. ഇവിടെ മീമിന് വവ്വൽ ഇല്ലാത്തത് കൊണ്ട് മ എന്ന് ഉച്ചരിക്കണം. ഗമ ല, ഗമ ല, ഗമ ല. വേറൊരു വാക്ക് എഴുതിയിരിക്കുകയാണ്. തേസ്, ലാമത്, യോദ്, ആലം. തേസിന് ഷോർട്ട് ആ, ലാമത്. തല്, തലിയ, തലിയ. ഗമല എന്ന് പറഞ്ഞാൽ
ഒട്ടകമെന്നാണ്. തലിയ എന്ന് പറഞ്ഞാൽ ബോയ് എന്നാണ് അർത്ഥം. തലിയ ബോയ്. അതുപോലെ വേറൊരു വാക്കാണ്. ഇവിടെ തേസാണ്, ലാമതാണ്. ലാമതിന് ഈ വൗവൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് നമ്മൾ വായിക്കണം. തിലി 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 തിലീസ തിലീസ. തിലീസ എന്ന് പറഞ്ഞാൽ ഗേൾ എന്നാണ്. തിലീസ ഗേൾ. അപ്പൊ ഇങ്ങനെ സിലബിളുകൾ തിരിച്ച് വായിക്കാൻ പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി സിറിയക്കിലെ 3 വാക്കുകൾക്ക് മാത്രം വവ്വൽ ഇടാറില്ല. അതിന് വവ്വൽ നിങ്ങൾ കാണുക. അങ്ങനെയുള്ള 3 വാക്കുകൾ സിറിയക്കിലുണ്ട്. ആ വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു വാക്ക് ഇതാണ്, കാഫ് ലാമത്. അതിന് വവ്വലൊന്നും കാണുകയില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉച്ചരിക്കുമെന്ന് നമുക്ക് സംശയം തോന്നാം. ഇത് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഹോൾ എന്നാണ്. ഹോൾ ഹോൾ. വവ്വലില്ലാതെയാണത് സാധാരണ എഴുതുന്നത്. ഹോൾ എന്ന് പറഞ്ഞാൽ ഓൾ അല്ലെങ്കിൽ എവരി എന്നൊക്കെയാണ്. മറ്റൊരു വാക്കാണ് വവ്വലില്ലാതെ എഴുതുന്ന മറ്റൊരു വാക്കാണ് മീമ്. മീമിന് താഴെ ഒരു കുത്ത് കാണും, നൂൻ. ഇത് നമ്മൾ വായിക്കേണ്ടത് മിൻ എന്നാണ്. മിൻ. മിൻ എന്നുള്ളത് ഒരു പ്രപ്പോസിഷനാണ്. ഫ്രം എന്നാണ് അതിന്റെ അർത്ഥം. വേറൊരു വാക്ക് സാധാരണ വവ്വലില്ലാതെ നമ്മൾ കാണാറുള്ളത് ഈ വാക്കാണ് മീൻ തേസ് ലാമത്ത്. മീൻ തേസ് ലാമത്ത്. ഇത് ഉച്ചരിക്കേണ്ടത് മെത്തോൽ എന്നാണ്. മെത്തോൾ മെത്തോൾ. കോൽ മിൻ മെത്തോ. കോൽ എന്ന് പറഞ്ഞാൽ എവരി അല്ലെങ്കിൽ ഓൾ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ് ഇതിന്റെ അർത്ഥം. മെത്തോൽ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ്, എന്തുകൊണ്ടെന്നാൽ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്തുകൊണ്ടെന്നാൽ. ഈ 3 വാക്കുകളൊന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മിൻ, കോൾ, മെത്തോൽ. ഇതിന് സാധാരണഗതിയിൽ വവ്വല് ഇല്ലാതെയാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് ആ വാക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്യണം. അതുപോലെ ഒരു കാര്യം കൂടി നമ്മൾ ഉച്ചാരണത്തെ സംബന്ധിച്ച് സിറിയക്കില് ആലപ്പിൽ തുടങ്ങുന്ന അനേകം വാക്കുകളുണ്ട്. ആലപ്പിൽ തുടങ്ങുന്ന വാക്കുകള് ഒരു വാക്ക് ഞാൻ എഴുതാം. ആലപ്പിൽ തുടങ്ങുന്ന ഒരു വാക്കാണിത്, അസ്ര. അസ്ര എന്ന് പറഞ്ഞാൽ പ്ലേസ് അല്ലെങ്കിൽ കൺട്രി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള വാക്കുകളുടെ മുമ്പിൽ എന്തെങ്കിലും പ്രിഫിക്സ് വന്നാൽ, ഉദാഹരണത്തിന് സിറിയക്കില് ചില പ്രിഫിക്സുകളുണ്ട്. പ്രിഫിക്സ് ബേസ്, ദാലസ്, വാവ്, ലാമത് ഇതെല്ലാം പ്രിഫിക്സുകളാണ്. ഇത് ബേസ്, ദാലസ്, വാവ്, ലാമത് ഇത് കേസ് ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലെറ്റേഴ്സ് ആണ്. കേസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വിഭക്തികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ബേസ്, ദാലസ്, വാവ്, ലാമത്. ബേ എന്ന് പറഞ്ഞാൽ ബൈ അല്ലെ ഇൻ എന്നൊക്കെയാണ് അർത്ഥം. ദാലസ് എന്ന് പറഞ്ഞാൽ ഓഫ്, വാവ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ലാമത് എന്ന് പറഞ്ഞാൽ ടു, ഫോർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇത് മിക്കവാറും വാക്കുകളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് നാമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബേസ് ഈ അസ്രയുടെ മുമ്പിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അസ്ര എന്ന് പറഞ്ഞ പ്ലേസ്, ഈ ബേസ് ചേർക്കുന്നത്
ഇൻ ദ പ്ലേസ്, അറ്റ് ദ പ്ലേസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബേസ് ഇതിന് മുമ്പിൽ ചേർക്കുമ്പോൾ ഈ ആലഫിന്റെ ആകാരം ബേസിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾ ഇത് വായിക്കേണ്ടത് ബസ്ര എന്നാണ്. ബസ്ര എന്ന് വേണം നമ്മൾ വായിക്കാൻ. അപ്പൊ അസ്ര എന്നുള്ള വാക്കിന്റെ മുമ്പിൽ ബേസ് വന്നപ്പോൾ ഈ ആലപ്പിന്റെ ആകാരം ഈ പ്രിഫിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ആലപ്പ് ഒരു ദുർബലാക്ഷരമായതുകൊണ്ട് ആലപ്പിന്റെ വവൽ തൊട്ടു മുമ്പ് വരുന്ന അക്ഷരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ വേണം നമ്മൾ വായിക്കാൻ. ഇവിടെ ബേസ് വവൽ ഇല്ലാതെയാണ് എഴുതുന്നെങ്കിലും ബസ്ര എന്ന് വേണം നമ്മൾ വായിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കേസ് ലെറ്റേഴ്സ് ആലപ്പ് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ വരുമ്പോൾ ആലപ്പിന് വവൽ ഉണ്ടെങ്കിൽ ആ വവൽ ഈ ലെറ്ററുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ വേണം നമ്മൾ ആ വാക്കുകൾ ഉച്ചരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് 7 വവൽസ്, തുടർന്ന് 4 ഡിഫ്തോങ്സ്. ഈ ഡിഫ്തോങ്സ് വവൽസ് നമ്മൾ വാക്കുകളിൽ സിലബിളുകളായിട്ട് വരുമ്പോൾ അതിന്റെ ഉച്ചാരണത്തിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. ഇപ്പൊ ഓപ്പൺ സിലബിളിലാണെങ്കിൽ ആ, ഉ, ഓ, ഈ ഇതെല്ലാം ലോങ് ആയിട്ട് ഉച്ചരിക്കണം. എന്നാൽ ക്ലോസ്ഡ് സിലബിൾ ആണെങ്കിൽ അത് ഷോർട്ടായിട്ട് വേണം ഉച്ചരിക്കാൻ എന്ന് നമ്മൾ കണ്ടു. ഈ സിലബിളുകൾ തിരിച്ച് ഈ ഡിഫ്തോങ്സും വവൽസും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്ദി.